നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി എത്ര തന്നെ ശ്രമിച്ചാലും അത് കേൾക്കാൻ ആരും കൂട്ടാക്കില്ല. പ്രഭാവതി അവൾ കരുതിക്കൂട്ടിയിരുന്നതുപോലെ ഈ അവസരം കൃത്യമായി ഉപയോഗിക്കും. വിശാലിനെ അവൾ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കും. പാർവതി രക്ഷിക്കണം. വിശാലിനെ സത്യങ്ങൾ ധരിപ്പിക്കണം. മരിക്കുന്നതിനു മുമ്പ് പ്രഭാവതിയെക്കുറിച്ചുള്ള സകല വസ്തുതകളും തെളിവുകൾ സഹിതം വിശാലിനെ അറിയിക്കണം. അത് തെളിയിക്കണം. പ്രഭാവതി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അവൾ ചെയ്ത ക്രൂരതകൾക്കുള്ള ശിക്ഷ അവൾ അനുഭവിക്കണം. ഹലോ വിശാലേ, ഇത് ഞാനാ, ശേഖരൻ. ശേഖരമേനോൻ. ശേഖരമേനോനോ? എടോ, എന്ത് ധൈര്യം ഉണ്ടായിട്ടാണോ താൻ എന്നെ വിളിക്കുന്നത്? വിശാലെ, വിശാലിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്നെ കൊല്ലാനുള്ള പകയിലും ദേഷ്യത്തിലുമാണ് വിശാലിപ്പോ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇതൊന്നും കൊണ്ട് എന്റെ കോൾ കട്ട് ചെയ്യരുത്. ദയവീത് ഞാൻ പറയുന്നത് വിശാല് കേൾക്കണം. ഞാൻ പറയുന്നത് വിശാൽ വിശ്വസിക്കണം. എടോ, തന്നെ എന്റെ കൈ കിട്ടിയ അന്ന് തന്റെ അന്ത്യോ. നീ എവിടെ ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും. ഞാൻ എവിടെ ഒളിച്ചിരിപ്പില്ല വിശാലെ. ഞാൻ നിന്നിൽ നിന്ന് ഒളിച്ചോടിയിട്ടുമില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് വിശാലിനെ കാണണം. അതിനുമുമ്പ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ അമ്മയ്ക്ക് തുല്യം വിശ്വസിക്കുന്ന പ്രഭാവതിയില്ലേ, അവള് മഹാവഞ്ചകിയാണ്. അവള് നിന്നെയും നിന്റെ കുടുംബത്തെയും ചതിക്കുക. അവള് നിന്നോട് കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങളൊക്കെ കപടമാണ്. നിനക്കത് ബോധ്യപ്പെടണം. നിന്നെ ഞാനത് ബോധ്യപ്പെടുത്തി തരാം. എടോ, തന്റെ അഭ്യാസമൊന്നും എന്നോട് വേണ്ട. താനെ എന്നെ ഇവിടെ മിസ്ലീഡ് ചെയ്യാനും നോക്കണ്ട. എടാ, ഞാൻ നിന്നെ ഒരു തരത്തിലും മിസ്ലീഡ് ചെയ്യുന്നില്ല. പ്രഭാവതിയുടെ ചതിയുടെ കഥകൾ, തെളിവുകളടക്കം ഞാൻ നിന്നെ കാണിക്കാം. അത് കണ്ടതിന് ശേഷം ഞാൻ പറയുന്ന നീ വിശ്വസിച്ചാ മതി. ഇപ്പൊ നീ ഞാൻ പറയുന്നിടത്തേക്ക് വാ. എന്താ, അതിന് നിനക്ക് ഭയമുണ്ടോ? ഭയം നിനക്ക് വേണ്ട. നിന്നെ കാണാനേ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? പറയടാ, നീ പറയുന്നിടത്തേന് ഞാൻ വരാം. എവിടെ വരണമെന്ന് പറ. നിന്നെ ഞാൻ അവിടെ വന്ന് കാണാം. എനിക്ക് കാണണം നിന്നെ. നിന്നോടുള്ള കണക്കുകളൊക്കെ എനിക്ക് തീർക്കണം. പറയടാ, ഞാൻ എങ്ങോട്ടാ വരേണ്ടത്? അങ്ങനെയെങ്കിൽ അങ്ങനെ. എനിക്കെന്തായാലും വിശാലിനെ കണ്ടേ മതിയാവും. ഞാൻ പുഴക്കരയിലുണ്ട്. വിശാൽ ഇങ്ങോട്ട് പറയടാ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.